നോട്ട്ബുക്ക് LM എന്ന ഗൂഗിളിൻ്റെ AI ടൂളിനെ കുറിച്ചാണ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നോട്ട്ബുക്ക് LM എന്നുള്ള ഗൂഗിളിൻ്റെ AI ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു AI ടൂളാണ്. ഞാൻ വളരെയധികം യൂസ് ചെയ്തിട്ട് വളരെ അധികം എക്സൈറ്റഡ് ആയിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു AI ടൂളാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിലോട്ട് ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യം ഗൂഗിളിൽ പോയിട്ട് നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആഡ് സോഴ്സ് ഫയൽസ് എന്നുണ്ടാവും. ആഡ് സോഴ്സ് നമുക്കത് PDF ആയിട്ടും ഓഡിയോ ആയിട്ടും അത്യാവശ്യം ഒരു 5-10 ഡാറ്റ ഫോർമാറ്റിലുള്ള ഇൻപുട്ട്സ് നമുക്ക് ഫയൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗൂഗിൾ വർക്ക് സ്പേസ് ആയിട്ടുള്ള കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ഗൂഗിളിൻ്റെ വർക്ക് സ്പേസ് നമുക്ക് ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ഇതിലോട്ട് നമുക്ക് കോപ്പി ചെയ്ത് ഇതിലോട്ട് സോഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് സോഴ്സ് ഫയലായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലോങ്ങർ ടെക്സ്റ്റ് കോപ്പി ചെയ്തത് സോഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാനുള്ളത്, നമ്മൾ ഈ സോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാമറ വീഡിയോ എടുത്തിട്ടും ഓഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് സോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ എഴുതിയൊരു നോട്ട്ബുക്കാണ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ ഞാൻ എഴുതിയ റഫ് നോട്ടാണ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ അത് ഒരു ബ്രീഫ് ഷോർട്ട് എക്സ്പ്ലനേഷൻ ആ ഒരു 2 പേജിൽ എന്താണുള്ള കണ്ടൻറ്റ് എന്നുള്ളത് ഇപ്പോൾ അതിവിടെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഞാനതൊരു ഇന്ന് ഞങ്ങൾക്ക് എടുത്ത AI&ML എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് BTechന് പഠിക്കാനുള്ള. അപ്പോൾ ആ സബ്ജക്റ്റിലെ നോട്ട്സാണ് ഇവിടെ ഷെയർ ചെയ്തത്. നമുക്കിവിടെ സോഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോട്ട്സ് കാണിക്കാം. വളരെയധികം വളരെയധികം വൃത്തിയുള്ള നോട്ട്സ് ഒന്നുമല്ല, പക്ഷേ ഞാൻ കൊടുത്ത നോട്ട്സ് വളരെയധികം ക്ലാരിറ്റി വളരെയധികം വൃത്തിയുള്ള നോട്ട്സൊന്നും, ജസ്റ്റ് ഞാൻ റഫ് നോട്ട്സ് ഒരു ലെക്ചർ നോട്ടാണ്. അത്രയും ഞാൻ വളരെയധികം ക്ലാരിറ്റിയിൽ ഭയങ്കര ഭംഗിയിലൊന്നും എഴുതിയില്ല. ആ ലെക്ചർ നോട്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സോഴ്സ് നമുക്കിവിടെ കാണാം. പക്ഷേ ഞാൻ അതിനെ ഇതിൽ സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും, മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഫ്ലാഷ് കാർഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ക്യൂസസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് ഒരൊറ്റ പേജിൽ സിംഗിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ആ ഒരു കണ്ടൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു PPT പ്രസൻറ്റേഷൻ പോലെ ഒരു 12 or 10 സ്ലൈഡ്സ് ഉള്ള ഒരു PPT നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഒരു മൈൻഡ് മാപ്പ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് തരും. അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ AIയിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ ഇൻ്റർഫേസൊക്കെ നമ്മൾ ChatGPT പോലുള്ള ടൂളിലൊക്കെ കുറവാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബിൽഡ് ഇൻ പ്രോംപ്റ്റുകളുണ്ട്. നമുക്ക് ഈ പ്രോംപ്റ്റുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഇതിലുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോംപ്റ്റുകൾ എഡിറ്റ് ചെയ്യാനും നമുക്ക് പ്രോംപ്റ്റുകൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇനി ഇതിന് ബന്ധപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോംപ്റ്റുകൾ എന്തൊക്കെ കൊടുക്കാം, ഈ ഒരു ടോപ്പിക്കായിട്ട് എന്തൊക്കെ പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ അനുസരിച്ചുള്ള പ്രോംപ്റ്റുകൾ ഇവിടെ സജസ്റ്റ് ഫോർമാറ്റ് എന്നുള്ള കൊടുത്ത് കുറച്ച് പുതിയ തരത്തിലുള്ള ഇതെപ്പോയി നമ്മൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് കാരണം ഈ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഓൾറെഡി ബിൽഡിങ് പ്രോംപ്റ്റുകളാണ്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റഡി ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ അടിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് പോലെ ഇങ്ങനെ അതിൽ ഓരോ കണ്ടൻറ്റിൻ്റെ ഉള്ളിലുള്ള ടോപ്പിക്സിലോട്ട് ഇങ്ങനെ സൂം ചെയ്ത് വരും.
അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഞാൻ എഴുതിയ നോട്ട്സ് അത്രയും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, പക്ഷെ എന്നാലും വളരെയധികം എഫക്റ്റീവായിട്ടും വളരെയധികം ഭംഗിയിലും വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മൈൻഡ് മാപ്പ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു വളരെ ക്ലാരിറ്റി കുറഞ്ഞ ഒരു നോട്ടായിരിക്കാം ചിലപ്പോൾ, പക്ഷെ അതിന് നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ടും വളരെ ഭംഗിയിലും നമുക്കിത് ക്രിയേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അടിപൊളി ടൂളാണ്. പിന്നെ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരികയാണെങ്കിലും വളരെയധികം അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കൺസെപ്റ്റുകൾ നമുക്ക് ഇതിൽ എക്സാമ്പിൾസും ടേബിൾ ഫോർമാറ്റിലും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇത്രത്തോളം ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആ നോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടും വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോ ക്രിയേഷൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫോർമാറ്റുകളും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഏതൊക്കെ ഫോർമാറ്റിൽ ആനിമേഷൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫോർമാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബിൽഡിൻ ഓൾറെഡി ഉള്ള മോഡലുകൾ, പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, എങ്ങനെ വേണം നമുക്ക് ആ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിനർ, ബ്രീഫ്, പിന്നെ നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ മലയാളം ഭാഷ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷിൽ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് മലയാളത്തിൽ വീഡിയോ, നമുക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ല, കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ പ്രോ വേർഷൻസ് നമുക്ക് അൺലോക്ക് ചെയ്തവർക്ക് കുറച്ചും കൂടി കുറേ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫ്രീ വേർഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു 5 വീഡിയോസാണ് പെർ ഡേ എന്ന് തോന്നുന്നു ലിമിറ്റേഷൻ. പെർ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ 5 വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡീപ്ലി, ബ്രീഫ്, ഡിബൈറ്റബിൾ അങ്ങനെ കുറേ രീതിയിൽ ഇവിടെ ലോങ്, ഷോർട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കിതിവിടെ പിന്നെ എങ്ങനത്തെ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി തരണമെന്ന് അതും ഇവിടെ പറഞ്ഞിടാൻ പറ്റും. ഇവിടെ ലോങ്ങർ, ഷോർട്ടർ, പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു ടൂളാണെന്നൊക്കെ തോന്നി. അപ്പം ഞാനിതുള്ള പിന്നെ ക്വിസസും ഫ്ലാഷ് കാർഡ്സൊക്കെ വളരെയധികം അടിപൊളിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, തരുന്നൊരു ടൂളാണ്. പിന്നെ അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് വളരെയധികം യൂസ്ഫുള്ളും ഭയങ്കര അധികം എഫക്റ്റീവായിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമുക്കിതിനെ ആയിട്ട് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെയധികം. പിന്നെ നമ്മളെ മദർ ടങ്ങിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഒരു ഉപകാരം.